ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് വിശേഷം എന്നല്ലേ, ഇന്നിതാ നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐറ്റം ഞാൻ പറയുന്നില്ല, കണ്ടോക്കാം. ഇതിപ്പം തക്കാളി അരച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളി അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് സവാള ചേർത്ത് കൊടുത്തു, പിന്നെ കുറച്ച് വലിയ ജീരകം, എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതപ്പോൾ ലാസ്റ്റ് തന്നെ ഞാൻ കുറച്ച് തക്കാളി അരച്ചത്, 2 തക്കാളി അരച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്താണോ നോക്കല്ലേ. നന്നായി വഴന്ന് വന്നിട്ട് എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വേണം ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഐറ്റം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവാനുള്ള ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളി അരച്ചതിൻ്റെ ഒരു ജാറുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് അടിപൊളിയായിട്ട് വരട്ടെ. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തു കേട്ടോ. സവാള വഴറ്റിയ സമയത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം എങ്ങനെയുണ്ട് നോക്കിയാലോ. ടണ്ടളേ, കരിഞ്ഞോ? അയ്യോ, കരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല. അപ്പുറത്തേക്കൊന്ന് പോയിട്ട് വന്നു. അയ്യോ. അപ്പോൾ ഇതാ നല്ല ഉപ്പുണ്ട്, എരിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചിക്കൻ്റെ ഒരു ഫീലാണ്. ഞാനത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കണേ, അതുകൊണ്ട് തന്നെ എനിക്കത് അറിയുന്നില്ല. ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങോട്ട് ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതാണ്. കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കൊള്ളാം. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, നല്ല ചൂട് ചോറിലേക്ക് ഇതങ്ങോട്ട് ചൂടുള്ളത് അങ്ങോട്ട് ചേർത്തിട്ട് അത് കഴിക്കുക, അത്രേ ഉള്ളൂ. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും ഇടാല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. പ്രോട്ടീൻ്റെ കലവറയാണല്ലോ പിന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. എങ്ങനെയുണ്ടാകും നോക്കാം കഴിച്ചിട്ട്. ഓക്കെ.